ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം ബന്ദിയോട് വെച്ച് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കനിയന്തോൾ, ചീമേനി. മൊബൈൽ 9447730972. കരാറുകാർ യഥാസമയത്ത് റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നതിനാൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിൽ നിന്നും സിവിൽ സപ്ലൈ ഓഫീസിനെ ഒഴിവാക്കി എഫ്സിയിൽ നിന്നും നേരിട്ട് റേഷൻ കടകളിലേക്ക് സാധനം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ബന്ദിയോട് വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നും വർഷങ്ങളായി നടത്തിവരുന്ന താൽക്കാലിക റേഷൻ ലൈസൻസുകളെ സ്ഥിരപ്പെടുത്തണമെന്നും വേതനം യഥാസമയത്ത് ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ആവശ്യമായ സാധനം എത്തിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ കാർഡുടമകൾക്കും പ്രത്യേകിച്ച് മഞ്ചേശ്വരം പല സ്ഥലങ്ങളിലും അരി കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് റേഷൻ കടയിൽ അരി എത്തിയതിന് ശേഷം ഒരാഴ്ച സമയം വേണമെന്നാണ്. ഇന്നും റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല താലൂക്കുകളിലും കഴിഞ്ഞ മാസം വിതരണം ചെയ്യേണ്ട അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഒരു കണക്കിടുന്നുണ്ട്. എന്താ കണക്ക് അറിയോ? ഈ മാസം 85% ചെലവായി ഉണ്ടാവാം. എങ്ങനെ ചെലവായി? ഒരു 35 കിലോ അരി വാങ്ങേണ്ട ഒരു കാർഡുടമ ഒരു 5 കിലോ അരി ഒന്നേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. 1 കിലോ ആട്ടയും വാങ്ങിക്കഴിഞ്ഞാൽ ശതമാനത്തിലേക്ക് വന്നു. ഒരാഴ്ച എടുത്ത 30 കിലോ അരി എവിടെ കൊടുക്കുന്നു? ഗോതമ്പ് എവിടെ കിട്ടുന്നു? പഞ്ചസാര എവിടെ കിട്ടുന്നു? ഇതെല്ലാം എത്തിക്കഴിഞ്ഞാലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. താലൂക്ക് പ്രസിഡന്റ് ശരൺ ബന്ദിയോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുൾ റഹ്മാൻ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ നടരാജൻ, ജില്ലാ പ്രസിഡന്റ് ശങ്കർ വെള്ളികെ, ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ ബല്ലാൽ, സുരേഷ് മേലാങ്കോട്ട്, ശങ്കർ രാഹു, ഇബ്രാഹിം, കഞ്ചിൽ മുഹമ്മദ്, പി ബി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.